ശ്രീ എം ഷിനാസ്, ഞാൻ അല്പം മുമ്പ് അങ്ങയോട് ചോദിക്കാൻ ശ്രമിച്ചത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇങ്ങനെ മറുചോദ്യം ഉന്നയിക്കുമ്പോൾ ദേശവിരുദ്ധരാകുന്ന ഒരു ട്രെൻഡാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതാണോ വാസ്തവത്തിൽ ദേശവിരുദ്ധത, അതോ ഈ പറയുന്ന തരത്തിൽ രാജ്യത്തിന്റെ വികാരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഭരണകൂടം ആ കർത്തവ്യം കൃത്യമായി നിർവഹിക്കേണ്ടതാണോ ദേശീയത? ഷിനാസ്, എന്നോടാണോ? അതെ അതെ, താങ്കളോടാണ്. ചോദ്യം ഒന്നുകൂടി പറയാമോ? ശ്രീ എം ഷിനാസ്, ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത് മുൻപും അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത്. അല്പം മുമ്പ് ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പഴയ കാര്യങ്ങളൊക്കെ, ഇന്ദിരാഗാന്ധിയുടെ ഭരണ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയും അന്ന് അമേരിക്കൻ ഇടപെടലിന് ഇന്ത്യ ഏത് നിലയിൽ പ്രതിരോധിച്ചു, മറുപടി പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണല്ലോ നമ്മൾ കാണുന്ന ദേശീയത. അതിനപ്പുറം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ ദേശവിരുദ്ധരാക്കി ചിത്രീകരിക്കുന്ന ഒരു സമീപനം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ കാതലായ പല ചോദ്യങ്ങളും ചോദിക്കാൻ ഏതൊക്കെയോ കോണുകളിൽ നിന്ന് ആളുകൾ ഭയപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഈ ദേശീയത എന്നുള്ളത് ഏത് മാർജിനിലാണ്, ഏത് മാർക്കിലാണ് വരേണ്ടത് എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അത് ഇപ്പോൾ നിലവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്? ഞാൻ വ്യക്തമായി കേട്ടില്ലെങ്കിൽ എങ്കിലും പറയാം. ശരി. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗ്ലാദേശ് ലിബറേഷൻ വാൾ, ബംഗ്ലാദേശ് വിമോചന സമരം, അതായത് ബംഗ്ലാദേശിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ അവാമി ലീഗ് പാർട്ടി, ബംഗ്ലാദേശിലെ പാകിസ്ഥാനിൽ മൊത്തം ഭൂരിപക്ഷം അവർക്കായിരുന്നു. അവരെ ഈ പഞ്ചാബി ഭരണവരേണ്യ നേതൃത്വം യാഹിയ ഖാനുമായി ഒത്തുചേർന്ന് അദ്ദേഹത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാക്കിയില്ല. അപ്പോ അങ്ങനെയാണ് ബംഗ്ലാദേശ് വിമോചന സമരം പൊട്ടിപ്പുറപ്പെടുന്നു. അങ്ങനെ ഇന്ദിരാഗാന്ധി സാം മനേക്ഷായോട് 1971 മാർച്ചിൽ തന്നെ ബംഗ്ലാദേശിൽ ഈസ്റ്റ് പാകിസ്ഥാനിൽ, അന്ന് പൂർവ്വ പാകിസ്ഥാനിൽ ഇടപെടാൻ പറയുന്നു. സാം മനേക്ഷ പറയുന്നു 6 മാസം വേണം. 6 മാസം കൊടുത്തു. അതിനിടയിൽ ഒരു ഡിപ്ലോമാറ്റിക് നയതന്ത്ര പര്യടനം തന്നെ ഇന്ദിരാഗാന്ധി നടത്തുന്നുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് അമേരിക്കയിലെത്തിയപ്പോൾ വൈറ്റ് ഹൗസിൽ നിക്സൺ ഉണ്ട്, അതുപോലെ തന്നെ അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹെൻറി കിസിഞ്ചർ. നിക്സൺ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയോട് വലിയ തോതിലുള്ള വിരോധമുണ്ടായിരുന്ന ആളാണ്. നമുക്കറിയാം, ഡീക്ലാസിഫൈഡ് രേഖകളിൽ ഇന്ദിരാഗാന്ധിയെ ബിച്ച് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധി അന്ന് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങളുടെ കൺസെന്റ് വാങ്ങാനൊന്നുമല്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് മടങ്ങിപ്പോവുകയും പിന്നീട് സോവിയറ്റ് യൂണിയനുമായി ഒരു തന്ത്രപ്രധാനമായ സൈനിക മാനങ്ങളോളം വരുന്ന ഒരു കരാറുണ്ടാക്കിയിട്ടാണ് 6 മാസം കഴിഞ്ഞ് യുദ്ധത്തിന് പുറപ്പെടുന്നതും 10 ദിവസം കൊണ്ട് ആ യുദ്ധം അവസാനിപ്പിക്കുന്നതും. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈ മെയ് 7-നും മെയ് 10-നും ഇടയിൽ ന്യൂഡൽഹി, റാവൽപിണ്ടി, വാഷിംഗ്ടൺ DC, പ്രത്യേകിച്ച് മെയ് 9, 10 തീയതികളിൽ ഈ 3 വളരെ വിഭിന്നമായ ലോക സ്ഥാനങ്ങളിൽ നടന്ന ചർച്ച എന്താണ്? അതിന്റെ രൂപം നമുക്ക് കിട്ടുന്നത് ആരും ഒന്നും പറയുന്നില്ല. വാസ്തവത്തിൽ ഇത് വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും സംയുക്തമായോ അല്ലെങ്കിൽ അവരവര് പ്രത്യേകമായോ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതാണ്. അതിന് ഏതാനും മുമ്പ് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ എന്ന സാമൂഹിക മാധ്യമത്തിൽ എഴുതുകയാണ്, വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞു. അത് അമേരിക്കയുടെ മീഡിയേഷൻ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ഷിംല കരാർ അനുസരിച്ച് മറ്റൊരു 3-ാം കക്ഷിയുടെ മീഡിയേഷൻ ഇന്ത്യ പാക് പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് കാശ്മീർ പ്രശ്നങ്ങളിൽ വേണ്ടതില്ല എന്ന് നിർണയിക്കപ്പെട്ടതാണ്. അതുമാത്രമോ, മാർക്കോ റൂബിയോ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ആ പോസ്റ്റിൽ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ, പ്രത്യേകിച്ച് കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ, ശാശ്വതമായി പരിഹരിക്കാൻ കൺസ്ട്രക്റ്റീവായിട്ടുള്ള, നിർമ്മാണാത്മകമായ, ക്രിയാത്മകമായ ഒരു നിഷ്പക്ഷ രാജ്യത്ത് നടത്താൻ അമേരിക്ക തയ്യാറാണ്. ഈ ട്രംപിന്റെ ഈ സോഷ്യൽ മീഡിയ അവകാശവാദത്തെയോ മാർക്കോ റൂബിയോയുടെ ഇത്തരം നിരീക്ഷണങ്ങൾ, പ്രസ്താവനകളെയോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും
നിഷേധിക്കുകയുണ്ടായിട്ടില്ല, അപലപിച്ചിട്ടില്ല. മൗന സമ്മതം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു ഇന്നലെ 5 മണി മുതൽ എന്ന് പ്രഖ്യാപിക്കുന്നത്. പാകിസ്ഥാനാണ് നമ്മളെ വിളിച്ചത്, ഇന്ത്യയെ വിളിച്ചത് എന്നും പറയുകയുണ്ടായി. അവിടെ ശ്രീ പക്ഷെ ഷിനാസ് അതിനൊക്കെ ഞാൻ ഒന്ന് മുമ്പ് ഇടപെട്ട് ഒരു കാര്യം കൂടി ട്രംപ് പറയുന്നു. നോക്കൂ, പറയുന്നുണ്ട്, അങ്ങനെ വിക്രം മിശ്രയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടാകുകയാണ്. അതായത് നോക്കൂ, ഞങ്ങളുടെ മോദിജിയുടെ അറിവോടുകൂടിയല്ല വെടിനിർത്തൽ വിക്രം മിശ്രി പ്രഖ്യാപിച്ചത് എന്നുള്ള മട്ടിലാണ്. അപ്പോൾ ആ ഒരു വികാരത്തിനെതിരെ എന്തൊക്കെയോ ഉണ്ടായി, അത് ട്രംപ് അതിന് നേതൃത്വം കൊടുത്തു എന്നൊരു വികാരം എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ വിക്രം മിശ്രിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്ക് നേരെ ഈ വിധം സൈബർ ആക്രമണം നടക്കേണ്ടതുണ്ടോ? അതെ, ട്രംപ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം ട്രംപും മാർക്കോ റൂബിയോയും ഒക്കെ തന്നെയാണ്. റൂബിയോ എഴുതുന്നുണ്ടല്ലോ, ഞങ്ങൾ അജിത് ഡോവലിനെ ബന്ധപ്പെട്ടു, ഞങ്ങൾ ഇവിടുത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ബന്ധപ്പെട്ടു, പാകിസ്ഥാനിലെ കൗണ്ടർ പാർട്സ് ആയിരുന്ന വിദേശകാര്യമന്ത്രി, അവിടുത്തെ ISI ചീഫും അതേസമയം നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുമായിട്ടുള്ള അസീം മാലിക്, ഷഹബാസ് ഷെരീഫ്, അങ്ങനെ റാവൽപിണ്ടി, ഇസ്ലാമാബാദ്, ഡൽഹി, പലരുമായും ഇവർ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അപ്പോ അതിനെ ഇരു രാജ്യങ്ങളും അത് നിഷേധിച്ചിട്ടില്ല, അതിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നത് തന്നെ കാണിക്കുന്നത് എന്താണ്? അതിന്റെ ഒരു പടി കൂടി കടന്നുപോയി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഒരു നിഷ്പക്ഷ രാജ്യത്ത് കാശ്മീർ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള ചർച്ചകൾ അരങ്ങേറും, അതിനെ മുൻകൈയെടുക്കും, മീഡിയേഷൻ റോളിലേക്ക് വരികയാണ്. ആ ഷിംല കരാറിന്റെ നഗ്നമായ ലംഘനമാണ്. ഇപ്പൊ ഷിംല കരാർ പാകിസ്ഥാൻ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും മരവിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടണം എന്നത് ഷിംല കരാറിന്റെ കോർണർ സ്റ്റോൺ ആണ്, മൂലക്കല്ലാണത്. അതിനെയാണ് ഇന്നത്തെ ഇക്കാലത്ത് അമേരിക്കൻ ഭരണകൂടം കാറ്റിൽ പറത്തിയിരിക്കുന്നത്. എന്നിട്ട് പോലും നമ്മുടെ രാജ്യം അതിനെ അപലപിച്ചില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. തീർച്ചയായും.